പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. DCC ഓഫീസ് പരിസരത്താണ് ഇന്ന് രാവിലെയോടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ തങ്കപ്പനെ പാലക്കാട് പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ. DCC ഓഫീസിന് വേണ്ടി വാങ്ങിയ സ്ഥലം മറിച്ചുവിറ്റുവെന്നാണ് ആരോപണം. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എന്താണ് തെരഞ്ഞെടുപ്പ് വന്നു, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല, ആലോചനകൾ നടക്കുമ്പോൾ തന്നെ പോസ്റ്റർ യുദ്ധം വന്നോ? അരുൺകുമാർ, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഈ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കവും കലഹങ്ങളെല്ലാം ആരംഭിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ചേർന്ന ഈ കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗത്തിൽ DCC അധ്യക്ഷൻ എ തങ്കപ്പനെ ഉൾപ്പെടെ പാലക്കാട് മണ്ഡലത്തിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷിന്റെ പേരും സജീവമായി പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. ഇപ്പോഴിതാ DCC അധ്യക്ഷനായിട്ടുള്ള എ തങ്കപ്പനെ പാലക്കാട് പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് എത്തുകയും ഇപ്പോൾ തങ്കപ്പനെതിരെ വ്യാപകമായിട്ടുള്ള പോസ്റ്ററുകൾ പാലക്കാട് പതിക്കുകയും ചെയ്തിരിക്കുകയാണ്. DCC ഓഫീസിന് മുൻവശത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. തങ്കപ്പനെ പാലക്കാട് പരിഗണിക്കരുത്, മാത്രമല്ല പുതിയ DCC ഓഫീസിന് വേണ്ടി വാങ്ങിയ സ്ഥലം അത് മറിച്ചുവിറ്റ നേതാവാണ് തങ്കപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ആര് വെച്ചു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമോ പേരുകളോ ഒന്നും ആ പോസ്റ്ററിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ഏതായാലും ആ പോസ്റ്ററുകൾ നിലവിൽ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. തങ്കപ്പൻ ഇതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പോസ്റ്ററിന്റെ വഴിക്ക് വരും. പിന്നീട് എത്ര പേർ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്ററുകളുടെ തളരാനാണെങ്കിൽ